പാലക്കുന്ന് കടകം ഭഗവതി ക്ഷേത്രത്തിലെ കേന്ദ്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. ഉദുമ ഉദയമംഗലം പാടശേഖര പരിധിയിൽ വരുന്ന കണ്ണിക്കുളങ്ങരയിലെ ഒരേക്കർ വയലിലാണ് കൃഷി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ 10-ാം ഉദയനാളിൽ നടക്കുന്ന പുത്തരിക്കും പിന്നീട് നടക്കുന്ന കലങ്കനിപ്പ് നിവേദ്യത്തിനുമുള്ള നെല്ല് സ്വന്തം നിലയിൽ വിളയിച്ചെടുക്കാനുള്ള ആഗ്രഹത്തിലും തീരുമാനത്തിലുമാണ് പാലക്കുന്ന് കടകം ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതി നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. ഉദുമ ഉദയമംഗലം പാടശേഖരത്തിൽപ്പെടുന്ന കണ്ണിക്കുളങ്ങര വലിയ തറവാടിന് സമീപത്തെ ഒരേക്കർ വയലിലാണ് കൃഷി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ആദ്യ വിത്തിറക്കി കൃഷിക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ ഒരു മഴക്കാലത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ആലോചന എന്ന രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിത്തിടുന്ന, അതായത് ഒരു നെൽകൃഷി എടുക്കണം, ചെയ്താൽ എന്ത് എന്നൊരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അപ്പം കുറച്ചുകൂടി സമയം വൈകിപ്പോയതുകൊണ്ട് ഈ വർഷത്തേക്ക് അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അതിൽ തുടക്കം കുറിക്കുകയാണ്. ഉദുമ ഒന്നാങ്കര പ്രാദേശിക സമിതിയിൽപ്പെടുന്ന കണ്ണിക്കുളങ്ങര വയലിലാണ് ഈ നെൽകൃഷി നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ തുടക്കമെന്ന രീതിയിൽ ഈ വിത്തിടൽ ചടങ്ങോടുകൂടി അവസാനിക്കുന്നില്ല. ഇനി ഒരു കൃഷി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ, നല്ല വിളവെടുക്കാനൊക്കെ ഒരുപാട് പ്രയത്നം ആവശ്യമുണ്ട്. ക്ഷേത്ര മാതൃസമിതിയുടെയും പ്രാദേശിക സമിതിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെയൊക്കെ പരിപൂർണ്ണ സഹകരണത്തോടുകൂടി ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ചടങ്ങിൽ ഒന്നാം കിഴക്കേക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് കെ വി രാഘവൻ അധ്യക്ഷനായി. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ, സെക്രട്ടറി കെ വി ഗിരീഷ് ബാബു, ട്രഷറർ പി വി ചിത്രബാനു, കേന്ദ്ര കമ്മിറ്റി അംഗം ഉദയമംഗലം സുകുമാരൻ, മാതൃസമിതി ട്രഷറർ ഉഷാ ഭാസ്കരൻ, സുധർമ്മ ശിവാനന്ദൻ, പുഷ്പദാസ്, ശ്രീലേഖ ദാമോദരൻ, പ്രാദേശിക മാതൃസമിതി സെക്രട്ടറി രമ്യ പുരുഷോത്തമൻ, കെ ഭാസ്കരൻ, ടി വി കുമാരൻ, അശോക് കുമാർ, ഹരിദാസ് ഓളി, കണ്ണൻ ചട്ടഞ്ചാൽ, രോഹിണി ചാപ്പ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് മിനി ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.